ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പ്രസൻറ്റേഷനകത്ത് വൺ ഡയമെൻഷണൽ മോഷനുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ദെൻ ആ ഇക്വേഷൻസിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ബേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്. ദെൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡായി ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഡ്യൂറിങ് nth സെക്കൻഡ്. അതിൻ്റെ ഡെറിവേഷൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാം, കാരണം നിങ്ങളൊക്കെ സപ്ലിമെൻ്ററി എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ്. സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ്. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്കറിയാം മെഷറബിൾ ക്വാണ്ടിറ്റീസാണ്. അതിൻ്റെ ടേംസിലാണ് നമ്മൾ ലോസ് ഓഫ് ഫിസിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഡെഫിനിഷനായി പറയുകയാണെങ്കിൽ സ്കേലാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡിറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കേലാസ് എന്ന് പറയാം. വെക്ടേഴ്സ് ആണെങ്കിലോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. അപ്പം മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് പറയാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡിറക്ഷനും ഉണ്ട്, പക്ഷേ അതിനെ നമ്മൾ വെക്ടറിൽ പെടുത്തില്ല. അതുകൊണ്ട് തന്നെ വെക്ടറിൻ്റെ ഡെഫിനിഷൻ അവിടെ പൂർണ്ണമല്ല. വെക്ടറിൻ്റെ ഡെഫിനിഷൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യണം. വെക്ടേഴ്സ് ഷുഡ് ഒബേ വെക്ടർ ആൾജിബ്ര ഫോർ ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതായത് വെക്ടേഴ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തുമ്പം അതിൻ്റെ വെക്ടർ ആൾജിബ്ര ഒബേ ചെയ്യണം. അതേസമയം സ്കേലാസ് ആണെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ കോമൺ മാത്തമാറ്റിക്കൽ റൂൾ വെച്ചിട്ട് ആഡ് ചെയ്യാം. നോർമൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ സ്കേലാസിൽ നമ്മൾ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാത്ത എല്ലാതും സ്കേലാസിന് എക്സാമ്പിളാണ്, എക്സെപ്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ മാസ്, ലെങ്ത്, ടൈം ഇതെല്ലാം സ്കേലർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ദെൻ ഡയറക്ഷൻ പറയുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ഇലക്ട്രിക് കറണ്ട് ഒഴികെയുള്ളതൊക്കെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് വെക്ടർ ആൾജിബ്ര ഒബേ ചെയ്യുന്ന എല്ലാതും, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഇതൊക്കെ വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്താണ് സ്കേലാസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡിറക്ഷൻ. വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആൻഡ് ദേ ഷുഡ് ഒബേ വെക്ടർ ആൾജിബ്ര ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഇത്രയും കാര്യം, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞാൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന ടേംസാണ് സ്പീഡ്, വെലോസിറ്റി. സ്പീഡ് നിങ്ങൾക്കറിയാം, സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിനകത്ത് അത് എത്ര ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അതിൻ്റെ സ്പീഡായിട്ട് പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം? അപ്പോൾ അതിനെ നമ്മൾ ഒന്നും കൂടി സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് എത്രയാണ് മാറുന്നത്, അതാണ് സ്പീഡ്. ഈ സ്പീഡ് പലതരത്തിലുണ്ട്. യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ആവറേജ് സ്പീഡ്. അപ്പം യൂണിഫോം സ്പീഡ് നമുക്കറിയാം, ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ യൂണിഫോം സ്പീഡ് എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30 കിലോമീറ്റർ ഒരു കാർ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ 10 മിനിറ്റിനകത്ത് 10 കിലോമീറ്റർ സഞ്ചരിച്ചു, അടുത്ത 10 മിനിറ്റിനകത്തും 10 കിലോമീറ്റർ സഞ്ചരിച്ചു, അടുത്ത 10 മിനിറ്റിനകത്തും 10 കിലോമീറ്റർ അത് ട്രാവൽ ചെയ്തെന്നുണ്ടെങ്കിൽ ടോട്ടൽ 30 മിനിറ്റിനകത്ത് അത് 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. പക്ഷേ ആ ഓരോ ഇൻ്റർവെല്ലും അത് ഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്തത്. അതുകൊണ്ട് നമുക്കത് പറയാം ആ കാറിൻ്റെ യൂണിഫോം സ്പീഡിലാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നോൺ യൂണിഫോം സ്പീഡ് എന്തായിരിക്കും? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇൻ്റർവെല്ലിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക, അല്ലെങ്കിൽ അൺഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക. അതായത് സ്പീഡ് ഈക്വൽ ആവില്ല, ഓരോ ഇൻ്റർവെല്ലും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും അത് കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ചില കേസിൽ യൂണിഫോം സ്പീഡ് നോൺ യൂണിഫോം സ്പീഡും ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ പറയുന്ന സ്പീഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്.
Speed of an object at a particular instant of time is known as instantaneous speed. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. അതായത് മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അത് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തു. ഇപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ ഒക്കെ സ്പീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ആവറേജ് സ്പീഡാണ് പറയുക, 60 km/h. അത് മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു മണിക്കൂർ കൊണ്ടത് 60 കിലോമീറ്റർ കവർ ചെയ്തു. പക്ഷേ ഇപ്പോൾ 15 മിനിറ്റ് ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റിൽ ചിലപ്പം അത് 50 കിലോമീറ്ററിലാവും പോയിട്ടുണ്ടാവുക. പക്ഷേ അടുത്ത 15 മിനിറ്റിൽ ചിലപ്പം 70 കിലോമീറ്ററിൽ പോയി കാണും, അടുത്ത 15 മിനിറ്റിൽ 60 കിലോമീറ്ററിൽ. പക്ഷേ ടോട്ടൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് സ്പീഡ്സ്. ഇതേപോലെ തന്നെ വെലോസിറ്റിയുടെ പ്രത്യേകത എന്താണ്, വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ ഗിവൺ ഡിറക്ഷൻ. അപ്പം സ്പീഡിന് ഡയറക്ഷൻ കൊടുത്തതാണ് വെലോസിറ്റി. ഇപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു സ്പീഡ് എങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു കല്ല് മേലെ കിട്ടും, ആ കല്ല് മേലെ പോയി തിരിച്ച് വന്നു എന്ന് വെക്കുക. മേലെ പോയാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചു വരും. അപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, ആക്ച്വലി മേലേക്ക് പോകാനെടുത്ത ഹൈറ്റ് പ്ലസ് താഴേക്ക് വരാനെടുത്ത ഹൈറ്റാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കാരണം എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് അത് മേലേക്ക് പോയി തിരിച്ച് അതേ പോയിന്റിൽ തന്നെ വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഇനീഷ്യലി അത് എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് തിരിച്ചെത്തി, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, 0 ആണ്. ഡയറക്ഷൻ നോക്കുക, അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് അതേ ഡിസ്റ്റൻസിൽ തന്നെ വന്നു. അങ്ങോട്ട് പോയ മേലേക്ക് പോയ ഡയറക്ഷൻ്റെ അത്രയും ഡിസ്റ്റൻസ് താഴേക്കും വന്നു, അതുകൊണ്ട് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ക്യാൻസൽ ചെയ്ത് പോയി, 0 ആയി പോയി. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഇന്നൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പം ചോദിക്കാറുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആവാം, ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും കൂടുതലും ആവാം. ഒന്നുകിൽ ഈക്വൽ ആവാം അല്ലെങ്കിൽ കൂടുതലാവും, ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും കുറയില്ല. ഓക്കെ, ഇനി യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എല്ലാം നമ്മൾ സ്പീഡിന് പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുകയാണെങ്കിൽ ഇത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. നോൺ യൂണിഫോം ആണെങ്കിൽ സ്പീഡ് ഡയറക്ഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ അത് നോൺ യൂണിഫോം വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ വെലോസിറ്റി പറയുകയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇനി സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം സ്പീഡിന് ഡയറക്ഷൻ കൊടുത്തതാണ് വെലോസിറ്റി, അതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഒരിക്കലും നെഗറ്റീവോ 0യോ ആവില്ല, അതെന്തേ ആവുള്ളൂ, പോസിറ്റീവേ ആവുള്ളൂ. അതേസമയം വെലോസിറ്റി എന്താവാം, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, 0 ഓർ പോസിറ്റീവ്, അത് എന്തുമാവാം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നെക്സ്റ്റ് ആക്സിലറേഷൻ. സ്പീഡും വെലോസിറ്റി പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വെലോസിറ്റി ബൈ ടൈമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷനായിട്ട് എഴുതാം ഇങ്ങനെ, a=dv/dt. v എന്ന് പറയുന്ന വെലോസിറ്റി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, d/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് dv/dt. ഇനി ഈ വെലോസിറ്റിയുടെ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, അവസാനം എന്താണോ ആദ്യം എന്താണോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ ചേഞ്ച്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി വിയും ഇനീഷ്യൽ വെലോസിറ്റി യു ആയ നമുക്ക് എന്ത് എഴുതാം? v മൈനസ് യു ബൈ ടി. അപ്പോൾ a=v-u/t or dv/dt. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് ഫിസിക്സിലെ ഒരുവിധം എല്ലാ പ്രോബ്ലംസും ചെയ്യണം, മോഷനുമായി റിലേറ്റ് ചെയ്ത് എല്ലാ പ്രോബ്ലംസും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഇക്വേഷനും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ മതിയാവൂ. ഏതൊക്കെയാണ് ഇക്വേഷൻ? V ഈക്വൽ ടു u പ്ലസ് എ ടി. ഫൈനൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് u പ്ലസ് എ ടി. u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t is the time taken. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെൻറ്റോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നെക്സ്റ്റ് ഇക്വേഷൻ v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷനും ബൈ ഹാർട്ട് ആയിരിക്കണം. v ഈക്വൽ ടു യു പ്ലസ് എ ടി, s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ളത്, അതായത് ഫ്രീലി ഫോളിംഗ് ബോഡി, നമ്മളൊരു കല്ല് വെറുതെ, ഒരു പന്ത് വെറുതെ താഴേക്ക് ഇടാന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്കറിയാം പന്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടുന്ന് കയ്യിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇട്ടാൽ തന്നെ അത് താഴേക്ക് വീഴും. അതെന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് ഇതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ, ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടാണ് ആ ബോൾ താഴേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് എന്തായി മാറി? ജി ആയിട്ട് മാറിയിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ എ എന്നുള്ള ഇക്വേഷൻ്റെ എ എന്നുള്ള സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ജി ആഡ് ചെയ്യുക. v ഈക്വൽ ടു യു പ്ലസ് ജി ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എസ്. എയുടെ ഭാഗത്തൊക്കെ ജി കൊടുത്തു, ഒന്നും ചെയ്തിട്ടില്ല. അത് ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ, വെറുതെ താഴേക്ക് വീഴുന്നതാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ പന്ത് മേലേക്ക് ഇടുന്നെങ്കിലോ, മേലേക്കാണെങ്കിൽ നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ? അപ്പം നമ്മളുടെ എ എന്തായി മാറി? ജി ആയിരുന്നു ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ, പക്ഷേ എഗെയിൻസ്റ്റ് ആണെങ്കിൽ എന്തായി മാറി? ജി നേരെ മൈനസ് ജി ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നേരത്തെയുള്ള ജിക്ക് പകരമൊക്കെ മൈനസ് കൊടുക്കണം. യു മൈനസ് ജി ടി ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2g. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഈ ടോപ്പിക്കിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ബോഡി ഡ്യൂറിങ് nth സെക്കൻഡ്. ഇതെല്ലാം മൊഡ്യൂൾ 1 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഒരു ബോഡി nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനായ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോഡി n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കും, പിന്നെ n-1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? n സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നിന്നും n-1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ nth സെക്കൻഡിൽ മാത്രം അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, n സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് s1 എന്ന് കൊടുക്കുന്നു, n-1 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് s2 എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം? n ഈക്വൽ ടു s1 മൈനസ് s2. ഇനി s1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ. അതിൽ t എന്ന് പറയുന്ന സെക്കൻഡിൽ ഇവിടെ നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്? n സെക്കൻഡ് കൊണ്ടാണ്. അതുകൊണ്ട് s1 ഈക്വൽ ടു un പ്ലസ് ഹാഫ് എ n സ്ക്വയർ. ടിക്ക് പകരം n കൊടുക്കാം. അടുത്ത ഇക്വേഷനിലോ n-1 സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ടിക്ക് പകരം എന്ത് എഴുതണം? n-1 എഴുതണം. അപ്പോൾ s2 ഈക്വൽ ടു u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയറിന് പകരം എന്ത് എഴുതണം? n-1 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇക്വേഷനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ എഴുതാം, യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ. s1 മൈനസ് s2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ s1 യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ, s2 യു ഇൻറ്റു n-1 പ്ലസ് ഹാഫ് എ ഇൻറ്റു n-1 സ്ക്വയർ. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ നിർത്തി ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. യു എൻ മൈനസ് യു പ്ലസ് ഹാഫ് ഇൻറ്റു എ. n-1 സ്ക്വയറിന് പകരം a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ്റെ എക്സ്പാൻഷൻ വെച്ച് n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 കൊടുത്തു. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് യു എൻ പ്ലസ് യു മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ.
ഇതിൽ യു എൻ ക്യാൻസൽ ചെയ്ത് പോവും. ഹാഫ് എ എൻ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. ഫൈനലി യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. ഇതിന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം, എസ് എൻ ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്.